ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അങ്ങനെ മഹാനായ പ്രതാപവർമ്മയുടെയും അംബിക തമ്പുരാട്ടിയുടെയും ആ രാജകൊട്ടാരത്തിൽ നിന്നും പിച്ചക്കാരെ പോലെ അടിച്ചിറക്കിയിരിക്കുകയാണ് നമ്മുടെ രാജുവിനെയും കുടുംബത്തിനെയും. പരമദുഷ്ടയായ അംബികയ്ക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് വലിയ രാജ്യസ്നേഹിയും പ്രതാപിയൊക്കെ ആണെന്ന് പറഞ്ഞ പ്രതാപനെ ഒരു മണുകുണാനെ പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. കണ്ണുനീരോടെ പടിയിറങ്ങുന്ന വേണുവേട്ടനെയും രാധമ്മയെയും രാജുവിനെയും പ്രിയയും കണ്ട് സഹിക്കാനാകാതെ നമ്മുടെ പത്മാവതി അകത്തോട്ട് പോകാനൊരുങ്ങുമ്പോൾ പ്രതാപൻ പറയുന്നു, നീ അവിടെ നിന്ന് നിന്നേ. സർവ്വ ദേഷ്യത്തോടെ നമ്മുടെ പത്മ പറയുക, എനിക്കൊന്നും വേണ്ട, സകല അവകാശം തണ്ട് അവക്ക് കൊടുത്തരാം, നിങ്ങളുടെ പെങ്ങക്ക്, അവക്കല്ലേ ഇതിനെല്ലാം ആർത്തി എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ പത്മ പോകാനൊരുങ്ങുമ്പോൾ, നീ പോകാൻ വരട്ടെ, നിന്നെ വിചാരണ ഞാൻ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. കരഞ്ഞോണ്ട് പോകുന്ന രാജുവിനെ ചേർത്ത് പിടിച്ച് രാധമ്മ നടക്കുക. പെട്ടെന്ന് രാധമ്മ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ രാജു പറയാ, അതിന് തിരിഞ്ഞു നോക്കണ്ടാമ്മേ, അതിന് വെറും ഒരു ഓർമ്മ മാത്രമാണ്. അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയാ, ഈ മണിമാളികയുടെ മുന്നിൽ നിന്ന് നമുക്ക് പോകാം, നമ്മൾ പിച്ചക്കാരാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു, ഇനി ചിലപ്പം നമ്മളെ കല്ലെറിഞ്ഞാലോ, അതുകൊണ്ട് നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർ 4 പേരും ഇങ്ങനെ സങ്കടത്തോടെ നടന്നു നീങ്ങുവാണ്. അവരങ്ങനെ നടന്നു പോകുമ്പോഴും പ്രതാപൻ പറഞ്ഞ വാക്കുകളൊക്കെ അവരോരോരുത്തരും ഇങ്ങനെ ഓർക്കുവാണ്. രാജുവിനെ അടിക്കാമെന്ന ദീപക്കിനെ രാജു തിരിച്ചടിക്കാൻ നോക്കുമ്പോൾ പ്രതാപൻ തൊട്ടുപോകരുത് അവനെ എന്നും പറഞ്ഞ് രാജുവിനെ പിടിച്ചൊരു ഒറ്റയേറിയുവാണ്. രാജു പോയി അവിടെ പോയി വീണതും ഇതെല്ലാം ഇങ്ങനെ രാജു ഓർത്ത് കരഞ്ഞുകൊണ്ട് വരിക. എൻ്റെ അച്ഛൻ്റെ നേരെ ചെരുപ്പെറിയാൻ നിനക്ക് ആരാടാ ധൈര്യം തന്നത് എന്നും പറഞ്ഞ് രാജുവിൻ്റെ ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് ഋതിക ചോദിച്ചതും എനിക്ക് എൻ്റെ അച്ഛനെ മതി, രാജുവിനെ വേണ്ട എന്ന് ഋതിക പറഞ്ഞതും എല്ലാം ഓർത്ത് ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ടിങ്ങനെ പോവുകയാണ് രാജു. വേണുവേട്ടൻ കരഞ്ഞുകൊണ്ട് രാജുവിനോട് പറയുക, നിന്റെ ജീവിതത്തിൽ ഒരു രാജകുമാരി വരുമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചതാ, ആ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നല്ലോ എന്നോർത്ത് ഞാൻ വളരെ സന്തോഷിക്കുകയും ചെയ്തതാ. ഒരു പാവപ്പെട്ട അച്ഛൻ്റെ പ്രാർത്ഥന രാജകുമാരിയും രാജകുമാരനും ഒക്കെ വന്നു, പക്ഷെ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. പ്രിയ പറയും, അച്ഛാ ഇത് പെരുവഴിയാ, നമ്മുടെ സങ്കടം ഇവിടെ വെച്ചല്ല കരഞ്ഞു തീർക്കേണ്ടത്. ചെറുതാണെങ്കിലും നമുക്കൊരു വീടില്ലേ അച്ഛാ, കട്ടും മോട്ടിച്ചും രാഷ്ട്രീയം കളിച്ചും അടിച്ചതല്ലല്ലോ, രാജുവിൻ്റെ അധ്വാനം കൊണ്ട് വാങ്ങിച്ചതല്ലേ, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. യാമിനി കരഞ്ഞുകൊണ്ട് പ്രതാപനോട് പറയാ, ചേട്ടാ ഞാൻ ഒരിക്കൽ കൂടി ചേട്ടനോട് അപേക്ഷിക്കുവാണ്, രാജുവിനെ തിരിച്ചു വിളിക്ക് ചേട്ടാ, ഋതുമോളുടെ ജീവിതം ഇങ്ങനെ തകർക്കരുത്. അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന പ്രതാപം പറയാ, നീ എൻ്റെ അനുജത്തിയാ, നിൽക്കേണ്ട സ്ഥാനം ഞാൻ നിനക്ക് ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുണ്ട്, അവിടുന്ന് ഒരടി മുന്നോട്ട് നീങ്ങി നിന്ന് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല, എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. അയ്യോ, അംബികയുടെ ഒരു സന്തോഷം യാമിനിക്കിട്ട് കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം, ഇക്കാര്യത്തിൽ ഇനി ആരുടെയും ശുപാർശയുടെ കാര്യവുമില്ല. പത്മാവതി ഋതിയുടെ അടുത്ത് വന്നിട്ട് കരഞ്ഞോണ്ട് പറയും, എൻ്റെ പൊന്നുമോളെ, നീ രാജുവിൻ്റെ കൂടെ പോ, ഇവിടെ നിന്ന് നിൻ്റെ ജീവിതം തകർക്കല്ലേ. ഞാൻ ഇവിടുന്ന് പോവില്ലമ്മേ, എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീവൻ നോക്കണം. സ്വന്തം സഹോദരിയുടെ പിടിവാശിയുടെ മുന്നിൽ സ്വന്തം മകളുടെ ജീവിതം നശിക്കുന്ന കണ്ടിട്ടും ഒരു ശകലം പോലും പശ്ചാത്താപം പോലും തോന്നാതെ അഹങ്കാരിയായി നിൽക്കുന്ന പ്രതാപന് വേണ്ടിയാണ് ഋതിക അവളുടെ ജീവിതം നശിപ്പിക്കാൻ പോകുന്നത്. അമ്മ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഇവിടുന്ന് പോയാൽ അംബിക എൻ്റെ അച്ഛനെ കൊല്ലും, എൻ്റെ അമ്മയെപ്പോലെ തന്നെ എനിക്ക് എൻ്റെ അച്ഛനെയും ജീവനാ. അമ്മ ഈ അടുത്ത സമയത്തല്ലേ എൻ്റെ കൂടെ ചേർന്നത്, പക്ഷേ എൻ്റെ അച്ഛൻ അങ്ങനെ അല്ലല്ലോ, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ അല്ലായിരുന്നോ ഉണ്ടായിരുന്നത്. യാമിനി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കണ്ടുകൊണ്ട് പ്രതാപം പറയാം, വേണ്ട, നിൻ്റെ കരച്ചിൻ്റെ മുന്നിലൊന്നും ഞാൻ അലിയില്ല യാമിനി. യാമിനി ഒന്ന് നോവിക്കണമല്ലോ എന്ന് കരുതി അംബിക പറയാം, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്ന പോലെ എത്രയൊക്കെ നോക്കിയാലും ഉള്ളവരും ഇല്ലാത്തവരും രണ്ടും രണ്ടാ. സംസ്കാരമില്ലാത്ത ഒരു കുടുംബവുമായി ബന്ധം പിടിച്ചതാ നമുക്ക് പറ്റിയ തെറ്റ്. പുരയ്ക്കുമീരെ മരം വളർന്നാലേ ആ മരം അങ്ങ് വെട്ടിക്കളയണം. അവരെ അന്തസ്സും അഭിമാനമുള്ള പ്രതാപന്റെ കുടുംബത്തിൽ കയറി വന്ന് നമ്മളെ ചോദ്യം ചെയ്യുന്നോ, അതും പലവട്ടം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നിന്റെ മുന്നിൽ. ഇവനെ ആരാണോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കിയത്, ലേശം പോലും വിവരം തൊട്ടു തീണ്ടിയില്ലാത്ത ഇവനാണോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി? മന്ദബുദ്ധിയും വിദ്യാഭ്യാസ മന്ത്രിയാകാമെന്ന് തെളിവാണെന്ന് തോന്നി പ്രതാപൻ. നീ ധൈര്യമായിട്ടിരിക്കും പ്രതാപ, ഞാനില്ലേ നിന്റെ കൂടെ. അംബിക ആരാണെന്നും അവളുടെ മനോഭാവം എന്താണെന്നും നല്ലതുപോലെ മനസ്സിലാക്കിയ യാമിനി നിന്ന് കരയുക. പക്ഷെ എന്ത് പ്രയോജനം, അഹങ്കാരം തലയ്ക്ക് കയറി മത്തുപിടിച്ച് നിൽക്കുന്ന പ്രതാപൻ ഇതുവല്ലോ മനസ്സിലാവുമോ? ഈ സമയം രാജുവും ഋതികയും പരസ്പരം അവരുടെ സ്നേഹസല്ലാപങ്ങളൊക്കെ ഓർത്തിങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. ഒരു മരണ വീട് പോലെ രാജുവിൻ്റെ വീട്ടിൽ എല്ലാവരും ഓരോരോ മൂലക്കിരുന്ന് കരയുവാണ്. അംബിക ഇതൊന്നും ചെയ്തിട്ടുണ്ട് പ്രതികാരം അടങ്ങിയിട്ടില്ല. അവൾ എന്തോ പത്മയ്ക്കുള്ള പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്. വെളിയിലിറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കുക.
സംയുക്തയാണെന്ന് തോന്നുന്നു. ഈ പെണ്ണെന്താ വരാത്തത്? അല്ലെങ്കിൽ ഒരു നനഞ്ഞ പെണ്ണാ ഇവള്, വെറും ഒരു പഴമെഴുങ്ങി പെണ്ണ എന്ന് പറഞ്ഞതെന്നാണ്ട സംയുക്ത വരും. പഴമെന്നോ പറഞ്ഞതേ ഉള്ളൂ, ദാ വന്നല്ലോ അവള്. എടി, നിന്നോട് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു തന്നേക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. പ്രതാപനെ കാണുമ്പോൾ പേടിച്ച് ബബ്ബേന്നൊന്നും പറഞ്ഞേക്കരുത്. ഒട്ടും പതറാതെയും പേടിക്കാതെയും ചങ്കൂറ്റത്തോടെ പ്രതാപന്റെ മുഖത്ത് നോക്കി സത്യം വിളിച്ച് പറയണം. സത്യമോ? ഏത് സത്യം? അതേടി, ഞാൻ നിന്നെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള സത്യം. ഞാൻ പറഞ്ഞു തന്നതൊക്കെ സത്യമാണെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്ന വിധം നീ പറഞ്ഞേക്കണം. ഇത് നീ പറയുന്ന കള്ളത്തരമാണെന്ന് പ്രതാപൻ ഒട്ടും മനസ്സിലാകരുത്. നിന്റെ മൊഴി പോലെ ഇരിക്കും ആ പത്മയുടെ വിധി. എന്താടി ഒരു പഴമെഴിഞ്ഞ പോലെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞ പോലൊക്കെ നീ അനുസരിച്ചില്ലെങ്കിൽ നിന്നെയും നിന്റെ മുത്തശ്ശനെയും നിന്റെ കൂടപ്പറപ്പുകളെ എല്ലാം കൂടെ ഒരു വള്ളത്തിൽ കയറ്റി ഞാൻ കായലിലോട്ടങ്ങ് വിടും. നിന്റെ അച്ഛനും അമ്മയും പോയതുപോലെ ആ വള്ളവും അങ്ങ് കായലിൻ്റെ കയത്തിലോട്ടങ്ങ് പോവും. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോടി നിനക്ക്? വാടിയകത്തോട്ട് എന്നും പറഞ്ഞ് ഭയപ്പെടുത്തി സംയുക്തയെ കൊണ്ടുപോവാണ് അംബിക. മഹാനായ പ്രതാപവർമ്മ കേസ് വിസ്താരത്തിന് നിൽക്കുകയാണ്. യാമിനിയുണ്ട്, ഋതികയുണ്ട്, ദീപക്കുണ്ട്. അംബിക സംയുക്തയെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പറയാം, പ്രതാപ, ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ദാണ്ട നീ ഇവളോടെല്ലാം ചോദിച്ചു നോക്ക്. അതിനുവേണ്ടിയാണ് ഞാൻ ഇവളെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. സംയുക്ത പറയാം, സാർ എന്നോട് ക്ഷമിക്കണം. പ്രതാപം പറയാം, ക്ഷമിക്കണോ വേണ്ടോ എന്നൊക്കെ അല്പം കഴിഞ്ഞ് ഞാൻ തീരുമാനിക്കാം. ആദ്യം അവളിങ്ങോട്ട് വരട്ടെ പത്മ. ഞാൻ നണ്ട് ഇവിടെ തന്നുണ്ട് എന്ന അധികാരത്തിൽ തന്നെ പത്മ അങ്ങോട്ട് വരുന്നുണ്ട്. മനക്കലെ ഈ പാവം പെണ്ണിനെ ഇവളെ വിളിച്ചു വരുത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായി, എനിക്കെതിരെ ഇവളെ സാക്ഷിയാക്കി എന്നെ വിചാരണ ചെയ്യാനാണെന്ന്. നീ എൻ്റെ മുന്നിൽ കിടന്ന് അധികം പ്രസംഗിക്കുമൊന്നും വേണ്ട. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ പെൺകുട്ടിയോടാ. നിങ്ങളുടെ യഥാർത്ഥ പേരെന്താണ്? സംയുക്ത. പിന്നെ സിസ്റ്റർ പവിത്രയാണെന്ന് നിങ്ങൾ എന്നോടും എൻ്റെ ചേച്ചിയോടും എന്തിനാ കള്ളം പറഞ്ഞത്? സംയുക്ത ഇങ്ങനെ അംബിയെ നോക്കുമ്പോൾ അംബിയെ കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട്. എന്താ തന്നോട് ചോദിച്ചത് കേട്ടില്ലേ? എന്നോട് ഈ കള്ളത്തരമൊക്കെ പറയാൻ തന്നെ ആരാ പ്രേരിപ്പിച്ചതെന്ന്. പെട്ടെന്ന് സംയുക്ത പത്മയെ ചൂണ്ടിക്കാണിച്ചിട്ട്, ദേ ഇവര്. അത് കേട്ടിട്ട് ഋതിക, കള്ളത്തരം പറയുന്നോ നീ? അംബിക പറയുന്നത് കേട്ട് മര്യാദ കേട് നീ പറഞ്ഞാൽ നേരെ നീ ഇവിടുന്ന് നടന്ന് ചൊവ്വേ നേരെ പോവില്ല. പ്രതാപേട്ട, നട്ടാക്കുരുക്കാത്ത നുണകളാതാണ്ട് ഇവർ പറഞ്ഞ്. ഇവരെ കൊണ്ട് ഇതെല്ലാം അംബിക ചേച്ചി പറയിപ്പിക്കുന്നതാ. ആരും ശബ്ദിച്ചു പോകരുത്, അലർച്ച. ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടാണ് ഇവരെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇവരോട് ചോദ്യം ചോദിക്കുന്നത് ഞാനാണ്. അപ്പോൾ നിങ്ങളാരും ഇതിൽ കയറി കൈകടത്തേണ്ട ഒരാവശ്യമില്ല. ഇത് എൻ്റെ കോടതിയാണ്. ഞാൻ തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രതിഭാഗം വക്കീലും വിധി പറയുന്ന ജഡ്ജിയും എല്ലാം. അംബികയുടെ കയ്യിലെ കയറിൽ കിടന്ന് കറങ്ങുന്ന ആ കുട്ടിക്കുരങ്ങനായ പ്രതാപം പറയുന്നത് കേട്ട് അംബികയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം, വളരെയധികം കോൺഫിഡൻറ്റുമായി കഴിഞ്ഞു. പത്മാവതി അല്പം ചൂടി തന്നെ, എനിക്കെതിരെ വിധി പറയാനാണെങ്കിലേ ഒരു 24 കൊല്ലം മുമ്പേ നിങ്ങൾ പറഞ്ഞതല്ലേ? അന്നും ഇവളായിരുന്നല്ലോ PP. നിങ്ങളാണെങ്കിൽ ജഡ്ജിയും. നിങ്ങൾ വിധിച്ചു അപമാനിക്കലെന്ന ശിക്ഷ. ലോകത്ത് അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്ത പരപുരുഷ ബന്ധമെന്ന കുറ്റം. ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് എല്ലാം ഉപേക്ഷിച്ച് അയാളോടൊപ്പം ജീവിച്ചതിന് ചാർത്തി തന്ന കുറ്റം. നീ നിർത്ത്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ കുട്ടിയോടാ. സിസ്റ്റർ പവിത്രയായിട്ട് കുട്ടി എൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ ഇവൾ എന്തൊക്കെ ഡിമാൻഡുകൾ ആ കുട്ടിയോട് പറഞ്ഞിരുന്നത്? എന്തു പറയണമെന്നറിയാതെ ഇങ്ങനെ മിഴിച്ചു നിൽക്കുന്ന സംയുക്തയെ നോക്കി അംബിക, പറയടി എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുക. പെട്ടെന്ന് സംയുക്ത, പവിത്ര എന്ന സിസ്റ്ററിനോട് സാറിന് വല്ലാത്ത സ്നേഹമുണ്ട്. അടുത്തുകൂടി സാറിനെ പ്രേമിക്കണം. എന്നിട്ട് സ്വത്തെല്ലാം എഴുതി വാങ്ങി ഇവർക്ക് കൊടുക്കണമെന്ന് ദേഷ്യത്തോടെ ഋതിയ. എന്തൊക്കെ കള്ളത്തരം ഈ സ്ത്രീ പറഞ്ഞ്, ഇവരെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ പത്മ, മോളെ വേണ്ട. ആ കുട്ടി ഒരു പാവ. ഈ അംബിക എന്ന പിശാചിൻ്റെ ട്രാപ്പിൽ പെട്ടുപോയി. അംബിക പറഞ്ഞു കൊടുത്ത പോലെ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഡെഡ് ബോഡി ഏതെങ്കിലും റെയിൽവേ പാളത്തിൽ കിടക്കും. അംബിക ഇവളെ കൊന്നുകളയും. അംബിക പെട്ടെന്ന്, നിർത്തടി. യാമിനി വീണ്ടും പറയാം, ഇതൊക്കെ പ്രതാപേട്ട എങ്ങനെ വിശ്വസിക്കുന്നു? മിനിസ്റ്ററായിരുന്ന ആളല്ലേ? പത്മ പറയാം, മിനിസ്റ്റർ നല്ല മനുഷ്യനും കരുണയുള്ളവനുമൊക്കെ ആയിരുന്നു. പക്ഷേ പെങ്ങളുടെ തൊടലിൽ കുടുങ്ങിപ്പോയി. നിങ്ങളൊരു നല്ല സാമൂഹ്യ നേതാവും ജീവകാരുണ്യ പ്രവർത്തകനും അല്ലേ വർമ്മ സാറേ? ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ പാവം പിടിച്ച കൊച്ചിനെ നിങ്ങളുടെ പെങ്ങളിൽ നിന്ന് രക്ഷിക്കുക. അല്ലെങ്കിൽ ഈ കൊച്ചിനെ ഈ താടക കൊന്നുകളയും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രതാപൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവില്ല. പ്രതാപൻ പത്മയോട് ചോദിക്കുക, അവസാനമായി എനിക്ക് നിന്നിൽ നിന്ന് ഒരു കാര്യം കൂടി അറിയാനുണ്ട്. സിസ്റ്റർ പവിത്ര എന്ന കള്ളപ്പേരിൽ എന്നെ ചികിത്സിച്ചത് നീയായിരുന്നോ? പത്മ നല്ല ധൈര്യത്തോട് പറയാം, സംശയം വേണ്ട, ഞാൻ തന്നെയാ. നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് തല്ലാൻ വരുമോ പത്മ? പത്മ പറയാം, തല്ലിക്കോ. എന്തു മനുഷ്യസ്നേഹിയാണെങ്കിലും സോഷ്യലിസ്റ്റ് ആണെങ്കിലും രക്തത്തിൽ ആ മാടമ്പിത്തരം കാണുമല്ലോ. ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ ആൾമാറാട്ടം നടത്തി എന്തിനാണ് എൻ്റെ അടുത്ത് കൂടിയതെന്നാണ് എൻ്റെ ചോദ്യം. അതിനുത്തരം നമ്മളുടെ മോള് പറയും. പെട്ടെന്നൊരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി അംബിക, നമ്മുടെ മോള്. പത്മ പറയാം, വേണ്ടേ, നിന്റെ മുൻകാല ചരിത്രങ്ങളൊന്നും ഞാനിവിടെ വിളിച്ചു കൂവുന്നില്ല. എൻ്റെ സംസ്കാരം അതല്ല. ഋതിയ പറയാം, അച്ഛൻ അറിയാവോ, മരിക്കാൻ കിടന്ന അച്ഛൻ്റെ ജീവൻ തിരിച്ചു തന്നത് ഈ നിൽക്കുന്ന എൻ്റെ അമ്മയാ. പ്രതാപൻ അതും കേൾക്കണ്ട, മതി, ഇനി ഇത് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല.
ഇവളുടെ വിധി ഞാൻ തന്നെ പറയുക. പെട്ടെന്ന് പത്മ, നിങ്ങളുടെ വിധി കേൾക്കാനും അനുസരിക്കാനും എനിക്ക് താല്പര്യമില്ലെങ്കിലോ? എനിക്കും കൂടി അവകാശമുള്ള ഈ വീട്ടിൽ നിന്നും എന്നേക്കുമായി ഞാൻ ഇവിടുന്ന് ഇറങ്ങുക. അയ്യോ അമ്മേ, അമ്മ എന്തായി പറയുന്നത്? മോളെ, നിന്റെ അച്ഛനായ ഈ മനുഷ്യൻ ഈ ജന്മത്തിൽ നന്നാകാൻ പോകുന്നില്ല. ആ നിൽക്കുന്ന യക്ഷിയുണ്ടല്ലോ, ഈ മനുഷ്യന്റെ ചോര കുടിക്കും. ഇദ്ദേഹത്തെ രക്ഷിക്കാൻ ഇനി ദൈവത്തിന് പോലും കഴിയില്ല. നിനക്ക് നിന്റെ അച്ഛനോടുള്ള സ്നേഹത്തെപ്പറ്റി അമ്മയ്ക്കറിയാം. അതിൽ അമ്മയ്ക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. മോൾ അച്ഛനെ നോക്കിക്കോണം. കണ്ണിമ്മ ചിമ്മാതെ എൻ്റെ മോള് നോക്കണം. അത്ര കുഴപ്പത്തിലാണ് നിന്റെ അച്ഛൻ. നല്ല ഉസിരുള്ള പെൺകുട്ടിയെ പോലെ തൻ്റെ ഇടത്തുടർന്ന് പത്മ പറയെ. എന്നാൽ പോട്ടെ വർമ്മ സാറേ, പെണ്ണിൻ്റെ കണ്ണുനീര് വീണത് ഏത് ദ്വാരകയിലാണെങ്കിലും അത് കടലെടുക്കും. രക്ഷിക്കാൻ നിങ്ങളുടെ മോളെ ഞാൻ നിങ്ങൾക്ക് പണ്ടേ തന്നതാ, എടുത്തോളൂ എന്നും പറഞ്ഞല്ല വീറും വാശിയോടെ ധൈര്യത്തോടെ നമ്മുടെ പത്മ അവിടെ നിന്ന് നടന്നു പോവുകയാണ്. പത്മയുടെ പുറകെ ഋതികയും യാമിനിയും ഓടുന്നുണ്ട്. പേടിച്ച് വിറച്ച് സംയുക്ത അംബികയെ നോക്കുക. അംബിക സകലതും വെട്ടിപ്പിടിച്ച സന്തോഷത്തോടെ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നു. എടത്തീന്നും പറഞ്ഞ് യാമിനി അമ്മയെ എന്നെ വിട്ടുപോകല്ലേ പറഞ്ഞ് ഋതികയും പത്മയുടെ കയ്യെ കയറി പിടിക്കുന്നെങ്കിലും പത്മ ആ കൈയെല്ലാം തട്ടിമാറ്റി എന്തോ തീരുമാനിച്ചുറച്ച പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. ചെറിയമ്മയെ എൻ്റെ അമ്മ എന്നെ ഇട്ടിട്ട് പോയി എന്നും പറഞ്ഞ് ചെറിയമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് നിൽക്കുവാണ് ഋതിക. രാജുവിൻ്റെ വീട്ടിൽ എല്ലാവരും ഓരോരോ മൂലയ്ക്ക് നിന്നുകൊണ്ട് ഓരോരോ അഭിപ്രായം പറയുക. പ്രിയ പറയാ, തേച്ചാലും മാച്ചാലും പോകാത്ത എന്തോ ഒരു അപമാനമായിപ്പോയി, എന്തോ ഒരു നാണക്കേടായിപ്പോയി. എന്തൊക്കെയാണ് അവിടെ നടന്നത്, എന്തൊക്കെയാണ് അവർ വിളിച്ച് പറഞ്ഞത്? രാധമ്മ പറയാം, അവരിതൊക്കെ കരുതിക്കൂട്ടി ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യരെ വീട്ടിൽ വിളിച്ച് വരുത്തി അപമാനിക്കുകയും നാണം കെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരുമാതിരി തിണ്ണമെടുക്കല്ലേ അമ്മേ? എനിക്ക് തോന്നുന്നത് ഈ പിറന്നാളാഘോഷം നടത്താൻ വേണ്ടി നമ്മളെ വിളിച്ചു വരുത്തിയത് തന്നെ കരുതിക്കൂട്ടി നമ്മളെ അപമാനിക്കാനാണെന്ന് തന്നെ തോന്നുന്നു. ഇതൊക്കെ കേട്ടോണ്ടിരുന്നിട്ട് രാജു പറയാം, ഋതുവിൻ്റെ വിശേഷം അറിയിക്കൽ ചടങ്ങാണ് ആദ്യം നടത്താൻ ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് അറിഞ്ഞത് ഋതുവിന് വിശേഷമില്ലെന്ന്. പിന്നെ അത് അംബികയുടെ പിറന്നാളാഘോഷമാക്കി മാറ്റിയത് ഞാൻ തന്നെയായിരുന്നു. എല്ലാം കൊണ്ട് നാണം കെട്ടതുകൊണ്ട് ദേഷ്യം കൊണ്ട് വിറയ്ക്കുവാണ് പ്രിയ. നീ വല്ലതും അറിയുന്നുണ്ടടാ, നീ വെറും ഒരു മണ്ടൻ. നിന്നെ അറിയിക്കാതെ അവരിതൊക്കെ തയ്യാറാക്കി പ്ലാൻ ചെയ്തത്. അതൊക്കെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനായിപ്പോയി നീ. സങ്കടത്തോടിരിക്കുന്ന രാജുവിനെ നോക്കി വേണുവേട്ടൻ പറയും, എടി ഇവൻ്റെ കയ്യിലൊരു കള്ളവും ഇല്ല, ചതിയില്ല, ശുദ്ധഗതിക്കാരനായിപ്പോയി. നീ എന്തിനാ വെറുതെ അവൻ്റെ നേരെ മെക്കിട്ട് കയറുന്നത്? അവൻ ശുദ്ധഗതിക്കാരനായതിൻ്റെ പേരുള്ള കുഴപ്പം കൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. അച്ഛാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മളവിടെ ചെന്നപ്പം മുതൽ ആ വർമ്മ സാറ് നമ്മളെ ഒന്ന് ശ്രദ്ധിക്കുകയോ എന്തെങ്കിലും ഒരു വർത്തമാനം പറയുകയോ ചെയ്തോ? ശരിയാ വേണുവേട്ട, ഏതാണ്ട് ശത്രുക്കളെ കാണുന്ന പോലെ സാറ് നമ്മളെ നോക്കിയത്. നമ്മൾ അങ്ങോട്ട് നാണം കെട്ട് ചെന്നപ്പോഴാ ഒന്ന് മിണ്ടിയത് തന്നെ. അതുകൊണ്ടാ അമ്മയെ ഞാൻ പറഞ്ഞത് അവർ കരുതിക്കുട്ടി ചെയ്തതാ ഇതൊക്കെയെന്ന്. ആ ശേഖരൻ സാറും യാമിനിമേടെ ഒഴിച്ച് എല്ലാവരും ഒരേ ഗ്രൂപ്പാ. ചങ്ക് പൊട്ടി കരഞ്ഞോണ്ട് രാധമ്മ പറയാം, നമ്മളെ എന്ത് വേണമെങ്കിലും അവർ പറഞ്ഞോട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ കുഞ്ഞിനെയല്ലേ അവർ നാണം കെടുത്തിയത്. ചെറുപ്പം മുതലേ എൻ്റെ കുഞ്ഞ് അങ്ങേരുടെ പുറകെ നടന്നതല്ലേ വർമ്മ സാറേ എന്നും പറഞ്ഞ്. എന്നിട്ട് അങ്ങേര് എന്താ ചെയ്തത്? എൻ്റെ കുഞ്ഞിനെ അവരെല്ലാവരും ചേർന്ന് അടിച്ചിറക്കി അവിടുന്ന് വിട്ടില്ലേ? അമ്മേ, അവരെല്ലാവരും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ ഇവൻ്റെ ഭാര്യ എന്തുവാ പറഞ്ഞത്? ഭർത്താവിനെ വേണ്ട, അവൾക്ക് അവിടെ അച്ഛനെ മാത്രം മതിയെന്ന്. ഭർത്താവിനെ വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇവളെ കെട്ടിയത്? ഓടിച്ചിട്ട് പിടിക്കുന്ന പോലെയല്ലേ അവൾ നമ്മുടെ കുഞ്ഞിനെ തട്ടിയെടുത്തത്. വേണ്ടാന്നും പറഞ്ഞവൻ ഒഴിഞ്ഞു മാറിപ്പോയതാ. സമ്മതിച്ചോ എന്നിട്ടാ പെണ്ണ്? മാനം മര്യാദയോടെ ആ രമ്യയെ താലികെട്ടി സമാധാനമായിട്ട് സുഖമായിട്ട് ജീവിക്കേണ്ട ചെറുക്കനായിരുന്നു. എന്നാൽ ശ്രീലക്ഷ്മിയുടെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു. അവൾ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം കാരണക്കാരി. ആ ഋതിക എന്നിങ്ങനെ പറഞ്ഞപ്പോൾ രാജു ദേഷ്യത്തിൽ മതിയേച്ചി എന്ന് പറഞ്ഞിട്ട് അവൻ കണ്ട് അകത്തോട്ട് കയറി അങ്ങ് പോവുക. ഓ, അവളെ പറഞ്ഞത് അവന് പിടിച്ചില്ല. അവൾ തള്ളി പറഞ്ഞിട്ടും അവൻ്റെ മനസ്സിൽ ഇപ്പോഴും അവൾ തന്നെയാ. വേണുവേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത്? ഞാൻ എന്ത് മിണ്ടാനടിയിരാതെ? എത്ര വർഷത്തെ ബന്ധമായിരുന്നു, അതല്ലേ ഇപ്പോൾ ഒറ്റയടിക്ക് തകർന്നത്. അതാലോചിക്കുമ്പോൾ ഉള്ളിലൊരു നീറ്റൽ എന്ന് പറഞ്ഞിട്ട് വേണുവേട്ടൻ സങ്കടത്തോടെ അകത്തോട്ട് കയറി അങ്ങ് പോവുക. നടന്നതല്ല ഓർത്ത് പ്രതാപൻ അങ്ങനെ ഇരിക്കുവാണ് സോഫയിൽ. ഇതിനെല്ലാം കാരണക്കാരിയായ നന്ദന അത് ഒളിഞ്ഞു നോക്കിയിട്ട് ഇയാൾ തീ പിടിച്ചിരിക്കുക. എന്നാലും ഇയാളെ ഒന്ന് വിളിച്ചേക്കാം. നിഷ്കളങ്കയായ ഒരു കുഞ്ഞിനെ പോലെ വല്യമ്മാവ. പ്രതാപൻ അവളെ നോക്കിയിട്ടങ്ങ് തിരിഞ്ഞ്, ഞാൻ ആരുടെയും വല്യമ്മാവനൊന്നുമല്ല. അയ്യോ വല്യമ്മാവ, എന്നെ വഴക്ക് പറയല്ലേ, ഞാനൊരു പാവ. എനിക്ക് വല്യമ്മാവനോടൊരു കാര്യം പറയാനുണ്ട്. എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഞാനൊരു പൊട്ടി പെണ്ണായതുകൊണ്ട് രാജുവിനെക്കുറിച്ചുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം ദീപുവിനോട് തുറന്നു പറഞ്ഞു പോയതാ. പക്ഷേ അത് ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ദീപു എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഭർത്താവ് ചോദിച്ചപ്പോൾ രാജുവായിട്ടുള്ള ബന്ധം എനിക്ക് തുറന്നു പറയാൻ ഇരിക്കാൻ പറ്റുമോ വല്യമ്മാവ? പ്രതാപൻ ഒരു അലർച്ചയോടെ ചാടി എഴുന്നേറ്റിട്ട് പറയുക, നിർത്ത്, ഞങ്ങൾക്ക് രാജുവായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അവനിവിടുന്ന് പോവുകയും ചെയ്ത്. പക്ഷേ അവനൊരാഭാസനാണെന്ന് എന്നോട് നീ പറയരുത്. അത് ഞാൻ വിശ്വസിക്കില്ല. അല്ല വല്യമ്മാവ, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ വേണ്ട ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? കുട്ടി പുറത്തു പോകാനല്ലേ പറഞ്ഞത്? നാണം കെട്ട് അവളങ്ങ് പോയി. ഭർത്താവിനെയും കളഞ്ഞ് അമ്മയും കളഞ്ഞിട്ട് ഋതിയെ ഒറ്റയ്ക്കിരുന്ന് പൊട്ടി കരയുക.
എന്തായാലും നിന്നെയും രാജുവിനെ ഞാൻ പിരിച്ചല്ലോടി എന്ന സന്തോഷത്തോടെ നന്ദന പതുക്കെ തൻ്റെ ഋതികയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഋതികയ്ക്ക് രാജുവിനെ നന്നായിട്ട് അറിയാം. ഈ നന്ദന കള്ളിയാണെന്നും അവൾക്കറിയാം. ഇനി കള്ളത്തരവും പറഞ്ഞുകൊണ്ട് വരുന്ന നന്ദനയുടെ ചെവിക്കുറ്റി ഋതിക അടിച്ച് പൊട്ടിക്കോ എന്നൊന്നും അറിയില്ല. ഇവൾ ഒറ്റ ഒരുത്തി ആ കുടുംബത്തിൽ കാലി വെച്ചതിൽ നിന്ന് ഋതികയുടെ സമാധാനവും സന്തോഷവും എല്ലാം പോയി. വൈകി വന്ന വസന്തം പോലെ അമ്മയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലിരിക്കുവായിരുന്ന ഋതിക തൻ്റെ അമ്മയെയും നഷ്ടപ്പെട്ടു, ഭർത്താവിനെയും നഷ്ടപ്പെട്ടു. ഇനി എന്തായിരിക്കും അടുത്ത് നടക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.